Your shipment number 22,289,881 from Shop Kia Parts Direct is shipping. USPS tracking number 943463610659276665741. We appreciate your business. Late talk. Smart generation. Automatically adjust the braking intensity when. അപ്പോൾ ഇതൊന്നും ട്രൈ നോക്കാം. സ്മാർട്ട് ജനറേഷൻ ഓട്ടോമാറ്റിക്കലി അഡ്ജസ്റ്റ് ദ ബ്രേക്കിംഗ് ഇൻറ്റൻസിറ്റി വെൻ ദ റിലേറ്റീവ് ബ്രേക്കിംഗ് ഈസ് സെറ്റ് ടു ദ ഓട്ടോ. These adjustments are made while vehicles is coasting, are based on the detected driving speed, following distance and road slope. ഒന്ന് നോക്കാം. ഓക്കെ, ഇങ്ങനൊരു പടമൊക്കെ വന്നു. ക്ലൈമറ്റ് റീസർക്കുലേറ്റ് ആക്ടിവേറ്റ് വാട്ടർ ഫ്ലൂയിഡ് യൂസ് ചെയ്യുമ്പോൾ ഈ റീസർക്കുലേഷൻ മോഡ് ഓൺ ആകുന്നു. അതായിരിക്കണം. Activate upon entering the tunnels. Automatically closes the windows and blocks the outside air when entering a tunnel. ഓക്കെ, അത് നല്ല കാര്യമല്ലേ? ഓക്കെ, അത് ആക്ടിവേറ്റ് ചെയ്ത് വെച്ചേക്കാം. To avoid injuries and vehicle damage, ensure people, objects, etc. are safely out of the way before closing the windows. Okay. Seat position change alert. Moves the steering wheel seats automatically, provide easier exit entry for the vehicle and for the driver and vehicle passengers. ഓഫ് ചെയ്തിട്ടല്ല ഡ്രൈവർ ഈസി, അതായത് ഡ്രൈവർ സീറ്റ് ഡോർ തുറക്കുമ്പോൾ പുറകിലേക്കാവും. അത് ഓഫ് ആക്കുന്നതിനെ പറ്റിയാണ് ചോദിക്കുന്നതെന്ന് തോന്നുന്നത്. ഡ്രൈവർ സീറ്റ് ഈസി ആക്സസ്. സെലക്ട് ദ ഡിസ്റ്റൻസ് ദ സീറ്റ് ഓട്ടോമാറ്റിക്കലി മൂവ്സ് വെൻ ദ ഡ്രൈവർ എൻറ്റേഴ്സ് എക്സിറ്റ് ദ വെഹിക്കിൾ. ഓഫ് ആക്കിയിടാം. അപ്പോൾ അത് ഓഫ് ആക്കിയിടുമ്പോൾ വെറുതെ സീറ്റ് മാറണ്ടല്ലോ. ലൈറ്റ് എങ്ങനെയാണെന്ന് വൺ ടച്ച് ടേൺ സിഗ്നൽ, അത് 3 പ്രാവശ്യം ഒക്കെ കുഴപ്പമില്ല. വെൽക്കം മിറർ ലൈറ്റ്. സെലക്ട് ദ കണ്ടീഷൻ വെൻ ദ എക്സ്റ്റീരിയർ മിറർ വിൽ അൺഫ്ലോർഡ്. മിറർ ആൻഡ് ഡോർ ഹാൻഡിൽ ലൈറ്റ് വിൽ ടേൺ ഓൺ ഓട്ടോമാറ്റിക്കലി. ഓൺ ഡ്രൈവർ അപ്രോച്ച്, അത് ഭയങ്കര ഇതാണ്. ഈ ഡോക്കാവുമ്പോൾ ഈ മിറർ ഇങ്ങനെ മടങ്ങിയിരിക്കും. നമ്മൾ എന്തെങ്കിലും ആവശ്യത്തിന് കാറിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ തന്നെ ഈ മിറർ വിടർന്നു വരും. അപ്പം അത് ഓഫാക്കാം. ഓൺ ഡ്രൈവർ അപ്രോച്ച് അത് ഭയങ്കര ഒരു ശല്യമാണ് എന്ന് പറയാം. കാരണം നമ്മളിപ്പോൾ വെറുതെ ആയിക്കോട്ടെ കാറിൻ്റെ അടുത്തേക്ക് നടന്നു വരുമ്പോൾ തന്നെ ഗരേജിലൊക്കെ പാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ താക്കോലിട്ട് കാറിൻ്റെ അടുത്തേക്ക് വന്നു കഴിയുമ്പോൾ തന്നെ ഇങ്ങനെയാണല്ലോ വിടർന്ന് വരും. അത് ഭയങ്കര ഇതാണ്. നമ്മൾ ആവശ്യത്തിന് വന്നായിരിക്കില്ല, ചുമ്മാ അതിൽ കൂടെ നടന്നു പോകുമായിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്കത് ഇഷ്ടമാവില്ല. എനിക്കത് ഇഷ്ടമല്ല. സെലക്ട് ദ കണ്ടീഷൻ വെൻ ദ എക്സ്റ്റീരിയർ മിറർ വിൽ അൺഫ്ലോൾഡ് ആൻഡ് ഡോർ ഹാൻഡിൽ ലൈറ്റ് വിൽ ടേൺ ഓൺ ഓട്ടോമാറ്റിക്കലി. ഓൺ ഡോർ അൺലോക്കിൽ കുഴപ്പമില്ല, കാരണം നമ്മൾ ഡോർ അൺലോക്ക് ചെയ്യുമ്പോൾ കുഴപ്പമില്ല. ദ വെൽക്കം ഫീച്ചർ ഈസ് എനേബിൾഡ് വെൻ ദ ഡോർസ് ആർ അൺലോക്ക്ഡ്. സോ ഓൺ ഡ്രൈവർ അപ്രോച്ച്, നമ്മൾ കീ പോക്കറ്റിലിട്ടിട്ട് ഡോറിൻ്റെ അടുത്തേക്ക് വന്നു കഴിയുമ്പോൾ നമ്മൾ എന്തെങ്കിലും നടന്നു പോവുകയൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചോ, കാർ പാർക്ക് ചെയ്യുന്നതായിരിക്കും നമ്മൾ വീട്ടിലാവുമ്പോൾ. അങ്ങനെയുള്ള സിറ്റുവേഷനൊന്നും എനിക്കിഷ്ടമല്ല. ഓൺ ഡ്രൈവർ അപ്രോച്ച് അത് ഞാൻ ഓഫാക്കുന്നത് പണ്ട് മുതലേ വിചാരിക്കുന്നതാണ്. ദ വെൽക്കം ഫീച്ചർ ഈസ് ആക്ടിവേറ്റഡ് വെൻ എ ഡ്രൈവർ വിത്ത് എ സ്മാർട്ട് കീസ് നിയർ ബൈ. അപ്പോൾ അത് ഓഫാക്കിയിടാം. അത് നല്ല കാര്യം. ഡോറില്ലാതെ സെലക്ട് ദ കണ്ടീഷൻ വെൻ ഓൾ ദ ഡോർസ് വിൽ അൺലോക്ക് ഓട്ടോമാറ്റിക്കലി. എനേബിൾ ഓൺ സ്പീഡ്, ലോക്ക് ആക്കണത് അതങ്ങനെ ഓക്കായിക്കോ, കുഴപ്പമില്ല. ടു പ്രസ് അൺലോക്ക് ഓൾ ഓട്ടോമാറ്റിക്കലി അൺലോക്ക്. സെലക്ട് ദ കണ്ടീഷൻ വെൻ ഓൾ ഡോർസ് വിൽ അൺലോക്ക് ഓട്ടോമാറ്റിക്കലി. അതെന്തിനാ അൺലോക്ക് ചെയ്യണമെങ്കിൽ വെഹിക്കിൾ ഓഫ്, ഞാനത് പാർക്കിലാക്കി വെച്ചേക്കുക. എനേബിൾ ഓൺ ഷിഫ്റ്റ് ടു പാർക്ക്. അത് അങ്ങനെ ഓക്കെ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോർ തുറക്കാനൊക്കെ, പുറത്ത് പവർ ഡോർ തുറക്കാനൊക്കെ എളുപ്പമാണ് അതാ. അപ്പോൾ നമ്മൾ പാർക്ക് ചെയ്ത് കഴിയുമ്പോൾ എന്തായാലും ഓട്ടോമാറ്റിക്കലി പാർക്ക് ചെയ്താൽ മാത്രമേ ഡോർ തുറക്കാൻ പറ്റുള്ളൂ. പുറകിലത്തെ ഡോർ, ഈ ഡോറ് അപ്പോൾ ഓട്ടോമാറ്റിക്കലി പാർക്ക് ചെയ്ത് കഴിയുമ്പോൾ ഡോർ അൺലോക്ക് ചെയ്യുവാണെങ്കിൽ അവിടുത്തെ ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ ഡോർ തുറക്കാൻ പറ്റും. അപ്പോൾ അതൊരു നല്ല കാര്യം. അതുകൊണ്ട് ഞാൻ എനേബിൾ ഓൺ ഷിഫ്റ്റ് ടു പാർക്കിലേക്ക് ഇട്ട് കഴിയുമ്പോൾ തന്നെ ഡോർ അൺലോക്ക് ആക്കി കഴിഞ്ഞാൽ 2 കാര്യം ചെയ്യണ്ടല്ലോ. അതായത് ഓൾറെഡി ആ പുറകിലത്തെ ഡോർ തുറക്കണമെങ്കിൽ പാർക്ക് ഇട്ടാലേ തുറക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അൺലോക്കും കൂടെ ഒപ്പം ആവുകയാണെങ്കിൽ അൺലോക്ക് ആക്കേണ്ട ആവശ്യമില്ലല്ലോ. സെലക്ട് ദ കണ്ടീഷൻ വെൻ ഓൾ ഡോർസ് വിൽ അൺലോക്ക് ഓട്ടോമാറ്റിക്കലി. എനേബിൾ ഓൺ ഷിഫ്റ്റ് ടു പാർക്ക്. വീക്കിൽ ഓഫ് ആക്കേണ്ട ആവശ്യമില്ല. ഇതിങ്ങനെ ഇരിക്കട്ടെ. കൺവീനിയൻസ് റിയർ ഒക്കുപ്പൻ്റ് അല്ല കേട്ടോ, അതൊന്നും കുഴപ്പമില്ല. ഓയിൽ ചേഞ്ച് റിമൈനിങ് 86% ഉണ്ടെന്നാണ് പറയണത് ഇപ്പോൾ നിലവിൽ. വയർലെസ് ചാർജിങ് സിസ്റ്റം ഫോർ മൊബൈൽ ഡിവൈസസ്. എനേബിൾ ദ വയർലെസ് ചാർജിങ് പാർട്ട് ടു ബി യൂസ്ഡ് വിത്ത് wireless charging system for mobile devices. Enables the wireless charging part to be used with the compatible device. ഓഫാക്കിയിട്ടേക്കാം, ഞാനത് ഉപയോഗിക്കുന്നില്ല. ഓട്ടോ റിയർ വൈപ്പർ, അതൊക്കെ എന്താണോ.
കൺവീനിയൻസ് ഡോർ കഴിഞ്ഞു, ലൈറ്റ് കഴിഞ്ഞു, സീറ്റ് കഴിഞ്ഞു, ക്ലൈമറ്റ് കഴിഞ്ഞല്ലോ. ക്ലൈമറ്റ് ഫീച്ചേഴ്സ് സെറ്റ് ദ ക്ലൈമറ്റ് കൺട്രോൾ കൺവീനിയൻസ് കണ്ടീഷൻ ഓട്ടോ ഡ്രൈവ്. ഇതാണ് അരമണിക്കൂർ കഴിയുമ്പോൾ, കുറച്ച് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ വെൻറ്റിൽ ഫാൻ ഓണാവും, കാറ് ലോക്കാക്കിയിരുന്നാലും. നമ്മൾ പാർക്ക് ചെയ്തിട്ട് പോയി കഴിയുമ്പോൾ അങ്ങനെ സംഭവിക്കുന്നുണ്ട്. അതിരുന്നോട്ടെ, അത് കുഴപ്പമൊന്നുമില്ല. ഓട്ടോമാറ്റിക്കലി ഇത് ഈ എയർ ഓണാവും. ലോക്ക് റിയർ ക്ലൈമറ്റ് കൺട്രോൾ അതിപ്പോൾ വേണ്ട, അതിപ്പോൾ ആവശ്യമില്ല. റിയർ ക്ലൈമറ്റ് കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള ക്ലൈമറ്റ് കൺട്രോൾ അത് ഓഫാക്കേണ്ട ആവശ്യമില്ല. സീറ്റ്, എക്കോ വെഹിക്കിൾ, ഡ്രൈവ് മോഡ്, ഡ്രൈവർ അസിസ്റ്റൻസ്, ഇതെന്താണ് സ്പീഡ് ലിമിറ്റ്, ലീഡിങ് വെഹിക്കിൾ ഡിപ്പാർച്ചറായിട്ട്. അപ്പോൾ മുമ്പിലത്തെ വണ്ടി പോയി കഴിയുമ്പോൾ നമ്മൾ സ്റ്റോപ്പ് ലൈറ്റിൽ എവിടെയെങ്കിലും നിർത്തിയിട്ടേക്കുവാണെങ്കിൽ മുമ്പിലത്തെ വണ്ടി മൂവ് ചെയ്ത് കഴിയുമ്പോൾ അവിടെ ഒരു മെസ്സേജ് വരും, ഇവിടെ ഒരു മെസ്സേജ് വരും, ലീഡിങ് വെഹിക്കിൾ ഡ്രിവൺ അവേ, അങ്ങനെ ഒരു രീതിയിലുള്ള ഇത് വരും. അതിരുന്നോട്ടെ, അത് പ്രശ്നമൊന്നുമില്ല. പിന്നെ ഡ്രൈവർ അറ്റൻഷൻ വാണിങ്, പാർക്കിംഗ് സേഫ്റ്റി വാണിങ് ഓട്ടോ ഓൺ, ക്യാമറ സെറ്റിങ്സ്, എക്സ്റ്റൻഡഡ് റിയർ വ്യൂ മോണിറ്റർ. നമ്മൾ ഡ്രൈവിലിട്ട് റിവേഴ്സ് അടിച്ചിട്ട് പോവുകയാണെന്ന് വിചാരിച്ചോ, എന്നിട്ട് പിന്നെ ഡ്രൈവിലിട്ട് കഴിയുമ്പോൾ കുറേ നേരം കൂടെ ക്യാമറ ഓൺ ആയിട്ടിരിക്കും. അങ്ങനെ ഒരു ഫീച്ചറുണ്ട്. അപ്പോൾ കുറച്ച് നേരം കൂടെ നമുക്ക് പുറകിലത്തെ ക്യാമറ ഇവിടെ അതിങ്ങനെ കാണും. റിയർ വ്യൂ പാർക്കിംഗ് ഗൈഡ് ലൈൻസ്, അത് കുഴപ്പമൊന്നുമില്ല, അത് പ്രശ്നമില്ല. റിയർ ക്രോസ് ട്രാഫിക് സേഫ്റ്റി അത് വേണം, അത് ആവശ്യമുണ്ടല്ലോ, അത് ഇരുന്നോട്ടെ. ക്യാമറ സെറ്റിങ്സ് അത് കുഴപ്പമില്ല. ഡ്രൈവിംഗ് കൺവീനിയൻസ്, ഇതൊക്കെ. ഓട്ടോ ഹൈവേ സ്പീഡ് ചേഞ്ച്, അത് ക്രൂസ് കൺട്രോളുണ്ട്. ഓട്ടോമാറ്റിക്കലി അഡ്ജസ്റ്റ് ദ വെഹിക്കിൾ സ്പീഡ് ഓൺ എ ഹൈവേ ബേസ്ഡ് ഓൺ നാവിഗേഷൻ ഡേറ്റ. ഓക്കെ, അതൊന്നും കുഴപ്പമില്ല. ഞാനങ്ങനെ ക്രൂസ് കൺട്രോൾ അത് ഉപയോഗിക്കുന്നില്ല. വെഹിക്കിൾ തീർന്നു. ഇനി ഡ്രൈവ് മോഡ്, നമ്മൾ ടോവിങ് ചെയ്യുന്നില്ല. പിന്നെ എക്കോ വെഹിക്കിൾ, ക്ലൈമറ്റ് അതൊക്കെ നോക്കിയതല്ലേ. ലൈറ്റ്, സീറ്റ്, ഡോറ് ഇതൊക്കെ നോക്കിയതാണ്. നാവിഗേഷൻ്റെ അകത്ത് വെഹിക്കിൾ സ്പീഡ്, സെലക്ട് ടു ഓൾവേസ് ഷോ ദ വെഹിക്കിൾ സ്പീഡ് ഓൺ ദ മാപ്പ് സ്ക്രീൻ, അത് കുഴപ്പമില്ല. ഡിസ്പ്ലേ ട്രാഫിക് ഇൻഫോ, അത് കുഴപ്പമില്ല, എന്ന് കാണിച്ചു നോക്കട്ടെ. ഷോ ട്രാഫിക് കളേഴ്സ്, ഓക്കെ, കുഴപ്പമില്ല. ഷോ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ഐക്കൺസ് ഓൺ മാപ്പ്, അതൊന്നും വിരോധമില്ല. ഏതാണ്ടൊക്കെ ഉണ്ടല്ലോ, ബാങ്ക്, ഹോട്ടൽ എല്ലാം ഉണ്ട്. ഓൾ ഇട്ടാലോ, സെറ്റ് ദറ്റ്, അതൊക്കെ പിന്നെ തരാം. ഷോ ട്രാഫിക് കളേഴ്സ്, ഫ്യൂവൽ പ്രൈസസ്, അത് ഇങ്ങനെ ഫ്യൂവലിൻ്റെ പ്രൈസ് കാണിക്കുന്നു, അത്ര പ്രശ്നമാക്കേണ്ട ആവശ്യമില്ല. ഗൈഡൻസ്, ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട് ഇതിനകത്ത്. ബോർഡർ ക്രോസിംഗ് ഇൻഫർമേഷനോ, ഷോ ഓപ്ഷണൽ റൂട്ട്സ് ഓവർ യു വൈൽ സ്റ്റോപ്ഡ്, എൻ്റെ നാവിഗേഷൻ, അതൊക്കെ കുറച്ച് പാടത്തൊക്കെ മനസ്സിലാക്കിയെടുക്കാൻ പാടാം. ക്യാമറ എനിക്ക് തോന്നുന്നത് ട്രാഫിക് ലൈറ്റ് ക്യാമറയുടെ ആണെന്ന് എനിക്ക് തോന്നുന്നത്. മാപ്പിൻ്റെ ഫ്രണ്ട് സൈസ് ലാർജ്, മാപ്പ് മോഡ്, ഓട്ടോ സ്കെയിൽ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. മാപ്പ് വ്യൂ ഹെഡിങ് അപ്പ് 3D, അതിലൊന്നും വിരോധമില്ല. 3D ബിൽഡിങ്, അതൊന്നും വിരോധമില്ല. ഓട്ടോ സ്കെയിൽ, അഡ്ജസ്റ്റ് ദ മാപ്പ് സ്കെയിൽ ഓട്ടോമാറ്റിക്കലി, അതെന്താണെന്ന് പോലും അറിയില്ല, അത് ഓണാക്കിയിട്ട് നോക്കാം. പിന്നെ ഡേറ്റ് ടൈം മാപ്പ് കളർ, സെറ്റ്സ് ദ ഡേറ്റ് ടൈം മാപ്പ് കളർ. ക്ലാസിക് ലൈറ്റ് ഓണാക്കിയാലോ, അതല്ലേ നല്ലത്. ക്ലീൻ ലൈറ്റിനേക്കാൾ നല്ലത് ക്ലാസിക് ലൈറ്റാണ്. ഇപ്പം ക്ലാസിക് ലൈറ്റ് ഓണാക്കിയില്ല, അതല്ലേ നല്ലത്, ഇതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. സെറ്റ് മാപ്പ് ഓട്ടോ സ്കെയിൽ, ഇതൊക്കെ എന്താണെന്ന് പോലും അറിയില്ല. ഓട്ടോ നാവിഗേഷൻ, ഓട്ടോ ഫീച്ചേഴ്സ്, ഓട്ടോ റീസെൻറ്റർ മാപ്പ്, അത് എനിക്ക് തോന്നുന്നു ഓട്ടോമാറ്റിക്കലി നമ്മുടെ കാർ എവിടെ ഇരിക്കുന്നതനുസരിച്ചുള്ള മാപ്പിലേക്ക് തിരിച്ച് വന്നത്. നമ്മൾ മാപ്പ് തിരിച്ച് പോയാലും ഓട്ടോമാറ്റിക്കലി റീസെൻറ്റേഴ്സ് ദ മാപ്പ് അറ്റ് ദ കറൻറ്റ് വെഹിക്കിൾ പൊസിഷൻ ആഫ്റ്റർ വ്യൂയിങ് അതർ ലൊക്കേഷൻസ് ഓൺ ദ മാപ്പ്, അതിരുന്നോട്ടെ, പ്രശ്നമൊന്നുമില്ല. പ്രീവിയസ് ഡെസ്റ്റിനേഷൻസ് റിട്ടേണിങ് ടു മാപ്പ് ടൈമിങ്, അതൊക്കെ ഉണ്ടോ. GPS ഇൻഫർമേഷൻ, ഇതൊക്കെയാണ് GPSൻ്റെ ഇൻഫർമേഷൻ. ഓക്കെ, ഇതൊക്കെയാണ് ഒരു സംഗതികൾ. ക്ലസ്റ്റർ, സെലക്ട് കണ്ടൻസ് ടു ബി ഷോൺ ഓൺ ദ ക്ലസ്റ്റർ ഡിസ്പ്ലേ, ഇതൊക്കെ ഉണ്ടല്ലോ, എല്ലാം ഓണാ, രണ്ടും ഓണാ. ക്ലസ്റ്റർ തീം സെലക്ഷൻ, അത് ലിങ്ക് ടു ഡ്രൈവ് മോഡ്, സ്റ്റൈൽ ബി, സ്റ്റൈൽ സി, അതെന്താണെന്ന് പോലും അറിയില്ല.
സ്റ്റൈൽ ബി തന്നെ കിടന്നോട്ടെ. ഇവിടെ മാറ്റുന്നുണ്ടല്ലോ. ഇത് സ്റ്റൈല് ബി ആണേ. സ്റ്റൈൽ സിന്ന് ഞെക്കാൻ പോവാണേ. ചുവന്നിരിക്കും. സ്റ്റൈൽ എ ആണ് ഇപ്പോൾ ഞെക്കാൻ പോണേ. മഞ്ഞച്ചിരിക്കും. എനിക്ക് പച്ച എണ്ണ കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത്. സ്റ്റൈൽ ബിയിലേക്ക് പോകാം. അപ്പോൾ ഇങ്ങനെ വന്നു. ഓക്കെ, ക്ലസ്റ്റർ സൗണ്ട്, യൂസർ പ്രൊഫൈൽ, സ്ക്രീൻ ലോയോട്ട്, ബട്ടൺസ്. ഇതിങ്ങനെ സ്റ്റാർ ബട്ടണൊക്കെ എന്താണെന്നുള്ളത്. നാവിഗേഷനിലുള്ള സ്റ്റാർ ബട്ടണാന്ന് തോന്നുന്നു. നാവിഗേഷനിലുള്ള സ്റ്റാർ ബട്ടൺ എന്ന് പറയുമ്പോൾ ഈ സ്റ്റാർ ബട്ടൺ ആയിരിക്കണം. സ്റ്റാർ ബട്ടൺ ഞെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ തൽക്കാലം മാപ്പിലേക്ക് ഇട്ട് വെച്ചേക്കാം. സ്റ്റീറിംഗ് കസ്റ്റം ബട്ടൺ സ്റ്റീറിംഗ് വീല് ഇതായിരിക്കണം. അപ്പോൾ അതിപ്പോൾ എന്നാ ചെയ്ത് വെക്കേണ്ടത്? ഇപ്പോൾ തൽക്കാലം നണ്ണിലിരിക്കുന്നത്. വൈഫൈ ഹോട്ട്സ്പോട്ട് വേണോ, മീഡിയ ഓൺ ഓഫ് വേണോ? അതിപ്പോൾ എന്നതാ മീഡിയ ഓൺ ഓഫ്. അത് നല്ലതാണല്ലോ. മീഡിയ ഓഫ് ആക്കണമെന്ന് ഓണാക്കാൻ നല്ലതായിട്ട്. അതോ മീഡിയ ഓൺ ഓഫ്, മീഡിയ ഓൺ ഓഫിലേക്ക് മാറ്റാം. മോഡ് ബട്ടൺ അതെന്ത് മോഡാണ്? സെലക്ട് ദ മീഡിയ ക്യാൻ ബി ആക്സസ് യൂസിങ് സ്റ്റിയറിംഗ് വീൽ മോഡ് ബട്ടൺ. മോഡിലുള്ളത് മോഡ് ബട്ടൺ എന്ന് പറയുമ്പോൾ ഇതാട്ടോ മോഡ് ബട്ടൺ. ഇതാ അപ്പോൾ ഈ മോഡ് ബട്ടൺ എന്ത് എടുക്കണം? സെലക്ട് ദ മീഡിയ ക്യാൻ ബി ആക്സസ്ഡ് യൂസിങ് ദ സ്റ്റിയറിംഗ് വീൽ മോഡ് ബട്ടൺ. സെലക്ട് ദ മീഡിയ ക്യാൻ ബി ആക്സസ് യൂസിങ് ദ സ്റ്റിയറിംഗ് വീൽ മോഡ് ബട്ടൺ. ഉള്ളി ആക്റ്റീവ് അവൈലബിൾ മീഡിയ ക്യാൻ ബി ആക്സസ്ഡ്. ഓക്കെ, ബ്ലൂടൂത്ത് ഓഡിയോ വേണോ, ആമസോൺ മ്യൂസിക് വേണോ, സൗണ്ട് ക്ലൗഡ് വേണോ, ഫോൺ പ്രൊജക്ഷൻ വേണോ, FM AM സിരിയസ് XM ആണോ? അതാ മോഡ് ഞെക്കുമ്പോൾ അത് വരുന്നത്. സിരിയസ് XM മാത്രമേ ഉള്ളൂ. ഞാനത് ഉപയോഗിക്കുന്ന പോലുമില്ല. പിന്നെ പല കാര്യങ്ങൾ സെലക്ട് ചെയ്യാമോ എന്നറിയില്ല. തൽക്കാലം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ബ്ലൂടൂത്ത് ഓഡിയോ വെച്ചേരാം. FM AM വെക്കണേക്കാൾ എന്നുള്ളതും എല്ലാം സെലക്ട് ചെയ്യാൻ പറ്റുമോ നോക്കി. അതാണ് എനിക്ക് തോന്നുന്നത്. ഇത് സെലക്ട് ചെയ്യാം. അങ്ങനെ ചെയ്യാനുള്ള മാറ്റി എടുക്കാമെന്ന് തോന്നുന്നു. അപ്പോൾ FM ഇതൊക്കെ സെലക്ട് ചെയ്യാം. സിരീസ് XM ഉപയോഗിക്കുന്നില്ല, USB മ്യൂസിക് ഒന്നും ഉപയോഗിക്കുന്നില്ല, ആമസോൺ മ്യൂസിക് ഒന്നും ഉപയോഗിക്കില്ല. അത് നല്ലൊരു കാര്യമാണ്. പിന്നെ ഈ സാധനം ഇങ്ങനെ അപ്പ് ആൻഡ് ഔട്ട് ബട്ടൺ, അതായത് ഈ ബട്ടണ്, ഇത് ബട്ടൺസ് നമുക്ക് കസ്റ്റമൈസ് ചെയ്താലോ. അപ്പ് ആൻഡ് ഡൗൺ ബട്ടൺ സ്റ്റിയറിംഗ് വീല്. അപ്പോൾ ഞാൻ നോക്കുവാണെങ്കിൽ ചേഞ്ച് ഫേവറേറ്റ് സ്റ്റേഷൻ ചാനൽ, ചേഞ്ച് സ്റ്റേഷൻ ഫ്രീക്വൻസി, എ ഷോർട്ട് പ്രസ് moves between all the receivable station frequencies or channel. A longer press moves saved favorite channel stations. Change station frequency. ഫേവറേറ്റ് സ്റ്റേഷൻ ആദ്യം വെച്ചിട്ടില്ല, അത് വേണ്ട എന്ന് തോന്നുന്നു. ചേഞ്ച് സ്റ്റേഷൻ ഫ്രീക്വൻസി, ഷോർട്ട് പ്രസ് മൂവ്സ് ബിറ്റ്വീൻ ഓൾ ദ റെസീവബിൾ സ്റ്റേഷൻസ് ഫ്രീക്വൻസീസ് ഓർ ചാനൽസ്. ഓക്കെ, പിന്നെ ലോങ് പ്രസ് ആണെങ്കിൽ മൂവ്സ് ബിറ്റ്വീൻ ദ സേവ്ഡ് ഫേവറേറ്റ് സ്റ്റേഷൻ ചാനൽസ്. അത് കുഴപ്പമില്ല. അപ്പോൾ അതിപ്പോൾ നിലവിലത് സെലക്ട് ചെയ്തിരിക്കുക. ചേഞ്ച് സ്റ്റേഷൻ ഫ്രീക്വൻസി. ഫേവറേറ്റ് സ്റ്റേഷൻ അധികം ഞാൻ വെച്ചിട്ടില്ല.